വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, അതെന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ വരാൻ കാരണം. അപ്പൊ നമ്മുടെ വാർഷികം കഴിഞ്ഞു, 2 വർഷം കംപ്ലീറ്റ് ആയിരിക്കുന്ന കറികളുടെ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്, ഇമെയിൽ വഴിയായിട്ടാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അതുപോലെ തന്നെ കമന്റ്സ് വഴിയായിട്ടാണെങ്കിലും. മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് യൂട്യൂബ് തുടങ്ങുക? യൂട്യൂബ് തുടങ്ങിയാൽ നമുക്ക് എന്താണ് അതിനുള്ള ബെനിഫിറ്റ്, അതുപോലെ തന്നെ അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതിൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ എങ്ങനെയാണ്, അതിന്റെ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാലാണ് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുക. മോണിറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ എങ്ങനെയാണ് യൂട്യൂബ് വഴി ഉണ്ടാക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എത്ര വീഡിയോസ് ചെയ്താലാണ് അല്ലെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് പൈസ കിട്ടി തുടങ്ങുക. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് പറയാറുണ്ട്. അപ്പൊ എനിക്ക് എല്ലാവർക്കും പേഴ്സണലി ആയിട്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ, എനിക്ക് ഓരോരുത്തർക്കും ഇമെയിൽ അയക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ കരുതി ഒരു വീഡിയോ ആയിട്ട് തരികയാണെങ്കിൽ, നിങ്ങൾക്ക് അത് കാണിച്ചു തരികയാണെങ്കിൽ കുറച്ചും കൂടെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇപ്പൊ പലരോടും ഞാൻ പറയാറുള്ള കാര്യം എന്താ വെച്ചാൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഇൻഫോർമേഷൻസ് മാത്രമാണത്. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും കിട്ടാം. പക്ഷെ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച കാരണം ഞാനത് ഉത്തരം പറയാണ്. എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കറിവുകളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നവംബർ 3-ന് 2 വർഷം ഫിനിഷ് ആയിട്ടുണ്ട്. 2015 നവംബർ 3-നാണ് നമ്മൾ ആദ്യമായിട്ട് കറിവുകൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരുടെ സഹായത്തോടു കൂടി ഞാൻ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു തൃശ്ശൂർ. പിന്നെ നിങ്ങളില്ലാണ്ട് ഞാനില്ലല്ലോ. നമ്മുടെ തൃശ്ശൂർ മീൻകറി ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടോ, ഓ ആ വീണ ചേച്ചിയാണ് വീണ ചേച്ചി എന്നുള്ള കാര്യം അല്ലേ. അന്ന് മേടിച്ച ഒരു മുക്കിൽ ഇങ്ങനെ ഇരുന്ന് പണ്ട് കാവ്യമാധവന്റെ കല്യാണം പറഞ്ഞപ്പോൾ നമുക്ക് ആ എന്താ പറയാ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് കോൺഫിഡൻസ് ഉണ്ടെന്നുള്ള കാര്യം. ഒട്ടും ഞാൻ കോൺഫിഡന്റ് ആയിരുന്നില്ല. പക്ഷെ എനിക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വർഷത്തെ ബ്ലോഗിങ്, അതായത് 8 വർഷം, ആ സമയത്ത് 7 വർഷമായിരുന്നു. ഞാൻ 2008-ലാണ് ആദ്യമായിട്ട് ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയത്, അതായത് എഴുതാൻ തുടങ്ങിയത് റെസിപ്പീസ് ഒക്കെ. അപ്പൊ നമ്മൾ ഉണ്ടാക്കി അതിൽ ഒരുപാട് റെസിപ്പീസ് പരീക്ഷിക്കും. അപ്പൊ ഞാൻ പണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് റെസിപ്പീസിന്റെ ബുക്ക് വാങ്ങിച്ചിട്ട് വരുമായിരുന്നു. അപ്പോൾ അതിലുള്ളത് നോക്കി മോസ്റ്റ് ഓഫ് ദി ടൈം ഫ്ലോപ്പ് ആയിരിക്കും. അപ്പൊ ജാന്റെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ പാവം അത് ക്ഷീണിച്ച് വിശന്ന് വരുന്ന സമയത്ത് ഈ ഫ്ലോപ്പ് ആയത് എനിക്ക് കൊടുക്കാനുണ്ടായിരുന്നുണ്ടാവുള്ളൂ. പക്ഷെ എന്നാ പോലെ അദ്ദേഹം കാരണം അതിൽ നിന്നാണ് നമുക്ക് ഓരോ റെസിപ്പീസ് കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, ഇന്റർനെറ്റിൽ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ് നമ്മൾ സെർച്ച് ചെയ്യാണ് അല്ലെ, ഒരു പനീർ ബട്ടർ മസാല അല്ലെങ്കിൽ പോട്ടെ എന്താ പറയുക ഒരു ദാൽ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ 1000-കണക്കിന് ദാൽ ഫ്രൈന്റെ റെസിപ്പി നമുക്ക് കിട്ടുക. ഇപ്പോൾ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ ഇന്ന് പോയി കഴിഞ്ഞ റെസ്റ്റോറൻറ്റിലത്തെ ടേസ്റ്റ് ആയിരിക്കില്ല വേറെ ദിവസം പോയി കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൽ. അപ്പം ബീങ് എ മലയാളി, ഞാനൊരു മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് ഓത്തന്റിക് ആയിട്ട് നോർത്ത് ഇന്ത്യൻ ഡിഷ് ഏതാണ് അതിന്റെ പെർഫെക്ഷൻ എനിക്കറിയില്ല. പക്ഷേ നമുക്കത് കഴിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സ്വാദുണ്ടല്ലോ. ഇപ്പൊ ചില റെസ്റ്റോറൻറ്റിൽ, ഇപ്പൊ എനിക്ക് പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ നമ്മുടെ എന്നിട്ട് കറാച്ചി ദർബാറിൽ പോയി കഴിച്ചിട്ടുള്ളത്, അവിടുത്തെ ദാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ടേസ്റ്റ് എനിക്ക് ഇതുവരെ എവിടെയും പോയി കിട്ടിയിട്ടില്ല. പക്ഷെ അതിന്റെ റെസിപ്പി എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്ത് സെർച്ച് ചെയ്യും, പാകിസ്ഥാനി ദാൽ ഫ്രൈ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ദാൽ ഫ്രൈ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഇതേപോലെ ഒരു 1000-കണക്കിന് റെസിപ്പി കിട്ടും. അപ്പൊ ഞാനത് വായിച്ചു നോക്കുമ്പോൾ ആദ്യം, പ്രത്യേകിച്ചും ഇതിന്റെ തുടക്കത്തിൽ നമുക്ക് ഇതിനെ കുറിച്ച് അത്ര അറിയില്ല. അപ്പൊ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ ഉണ്ടാക്കി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു റെസിപ്പി അത് ചൂസ് ചെയ്ത് ഏകദേശം കുഴപ്പമില്ലാന്ന് തോന്നുന്ന റെസിപ്പി നമുക്ക് ചൂസ് ചെയ്യും, അതുണ്ടാക്കി നോക്കുമ്പോൾ ഓഫ് എന്തൊക്കെയോ കുഴപ്പം, നമ്മൾക്കത് ശരിയാവില്ല എന്ന് വെച്ചാൽ അത് കളയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ട്രൈ ചെയ്ത് അവസാനം ചിലപ്പോൾ 100 റെസിപ്പി 100 ദാൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലാണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഒരു ദാൽ ഫ്രൈ കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഓരോ റെസിപ്പി നമ്മൾ അത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു അത്രയും നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് ഒരു റെസിപ്പി ഞാൻ ചൂസ് ചെയ്യുന്നത്. എന്നിട്ടാണ് അത് അത്രയും ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് ഞാൻ ബ്ലോഗിൽ എഴുതാൻ തുടങ്ങിയത്. അതെന്തിനാ ആക്ച്വലി ബ്ലോഗ് എഴുതാൻ റീസൺ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറന്നു പോകാതിരിക്കാൻ. കാരണം നോട്ട്ബുക്കിലൊക്കെ പണ്ടൊക്കെ അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക റെസിപ്പിയൊക്കെ ബുക്കിൽ എഴുതി തരുമായിരുന്നു, ബുക്കിൽ എഴുതിയിട്ടാണ് വെച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഡയറി. പക്ഷെ അപ്പൊ ഞാനാണ് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, ബ്ലോഗ് എന്നൊരു സംഭവം ഉണ്ട്, നിനക്ക് അതിൽ എഴുതി കൂടെ. അപ്പൊ മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആവും, അതേസമയം നിനക്കും അതങ്ങനെ ഒരു എന്താ പറയാ ഒരു രുചികളുടെ കലവറയായിട്ട് ഇരിക്കുന്നു. ഞാനാണ് എനിക്ക് ഐഡിയ തന്നത്.
അല്ലെ, റെഫറൻസ് പോയിന്റ് തന്നിട്ടായിരുന്നു. അപ്പോഴും അന്ന് എനിക്ക് എൻ്റെ കയ്യിൽ നല്ലൊരു ക്യാമറ ഇല്ല. അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഏതോ ഒരു തല്ലിപ്പൊളി ക്യാമറ ആയിരുന്നു, മൊബൈലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ചെറിയൊരു ക്യാമറ ആയിരുന്നുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ എനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ജാൻ്റെ അടുത്ത് പറയുമായിരുന്നു, ജാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ ഞാൻ പറയും, മോളെ ഇങ്ങനെയൊക്കെയാണ് എഴുതുന്നത്, ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, എനിക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, വേണമെങ്കിൽ ഫോട്ടോ എടുത്താൽ മതി, എനിക്കൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. അന്ന് സത്യം പറയാൻ കല്യാണം കഴിഞ്ഞ അധികം സമയം വർഷങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ മൂരാഴ്ച, അതെ, എല്ലാവരുടെ ജീവിതത്തിലുള്ള പോലെ തന്നെ. അപ്പൊ ഈ മൂരാഴ്ച സ്വഭാവം പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ദേഷ്യം തോന്നിയിരുന്നു. ഈ ഭർത്താവ് എന്താ ഇങ്ങനെയായി പോയി, എനിക്കൊരു ഹെൽപ്പ് പോലും ചെയ്യുന്നില്ലല്ലോ, എനിക്ക് എന്താ ഇങ്ങനെ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും പറയാറുണ്ട് ചില സമയത്ത്, പക്ഷെ എൻ്റെ അച്ഛനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ അവർ പറയാം ശരിയാവും, പിന്നെ നീ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കപ്പോൾ ആ ഒരു വാശി വന്നു, ആഹാ ഒന്ന് ശരിയാക്കി എടുക്കണമല്ലോ. എന്നിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ അന്നത്തെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അതായത് ലൈറ്റ് ഇല്ല, ഈ ക്യാമറയുടെ ക്വാളിറ്റി തീരെ മോശമാണ്. അങ്ങനെ അറിയാവുന്ന രീതിയിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങി. അന്നപ്പോൾ കുറേ പേര് എനിക്ക് സപ്പോർട്ട് ചെയ്ത്, നമ്മളെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേരുണ്ടായിരുന്നു, നല്ലതാണ്, കുഴപ്പമില്ല. അപ്പോൾ അവർ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരാൾ, ജാൻ്റെ മരിച്ചുപോയ ഒരു ഫ്രണ്ട് ഉണ്ട്, റിജു വിജയൻ. അദ്ദേഹം ഇപ്പം ഇല്ല, കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു, ഗസ്റ്റ്, ജാൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട്. അപ്പോൾ വരുമ്പോൾ ഞാൻ ഇതേപോലെ തന്നെ നമ്മുടെ സാധാരണ നാടൻ കറികളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആളിനോട് പറയും, വീണ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തുനിന്ന് ആദ്യമായിട്ട് പാചകക്കുറിപ്പ് വാങ്ങിച്ചിട്ട് പോയത് റിജുവാണ്. റിജു പറഞ്ഞു, വീണയ്ക്ക് എന്തൊക്കെ ഒരു ടാലന്റ് ഉണ്ട്, ഇത് കുറച്ചും കൂടെ നന്നാക്കുകയാണെങ്കിൽ നല്ലത് ഭാവി ഉണ്ടാവുമെന്ന് റിജുവാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. അപ്പോൾ റിജുവിന് ഈ സമയത്ത് ഞാൻ ഒരുപാട് ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയാ, ഒരാള് ഈ പറഞ്ഞ പോലെ അദ്ദേഹം തുടക്കം വെച്ചു, എന്നിട്ട് ഞാൻ എഴുതി. അപ്പൊ അതിൽ നിന്ന് കുറച്ച് പേര്, അപ്പൊ അന്നൊക്കെ നമ്മുടെ ബ്ലോഗ് നോക്കാൻ ആരുണ്ടാവും, നമുക്ക് ഊഹിക്കാവുന്നതല്ലേ, ഒരു തുടക്കക്കാർക്ക് ബ്ലോഗ് വായിക്കാൻ ഒരു 100 പേരുണ്ടായിട്ടുണ്ടാവും. അപ്പൊ പക്ഷെ ആ 100 പേരിൽ ഒരു 10 പേരെങ്കിലും ട്രൈ ചെയ്തിട്ട് നല്ലതായി മോളെ, നന്നായിരുന്നു എന്ന് പറഞ്ഞ് നമുക്കൊരു ഫീഡ്ബാക്ക് തരുമ്പോണ്ടല്ലോ, ആ ഒരു സന്തോഷം, ആ ശരി എൻ്റെ റെസിപ്പി ഒരാൾക്കെങ്കിലും ഇഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ സന്തോഷം കൊണ്ട് എനിക്ക് വീണ്ടും കൂടുതൽ ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായി. അങ്ങനെയാണ് എൻ്റെ ബ്ലോഗിങ്ങിന്റെ തുടക്കം. പക്ഷേ ബ്ലോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതിനിടയ്ക്ക് പല പ്രോബ്ലംസ് ഉണ്ടാവും, കുട്ടികളുടെ അസുഖങ്ങളും കാര്യങ്ങളും. പിന്നെ ചിലപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെ 4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയി, നന്ദുവിൻ്റെ ഡെലിവറി. അങ്ങനെ ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞാൽ 8 വർഷത്തെ ബ്ലോഗിങ് ഉണ്ടെങ്കിലും വളരെ കുറച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല. 350 റെസിപ്പി എനിക്ക് അതിൽ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്കൊരു മുതൽക്കൂട്ടായിരുന്നു. ആക്ച്വലി അതെനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതേപോലെ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് തന്നു. എനിക്ക് ആ ഒരു 350 റെസിപ്പി എനിക്ക് ഉറപ്പാണ്, എനിക്ക് എന്താ പറയുക കണ്ണടച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ബ്ലോഗിങ് ഒക്കെ കുറച്ച് ഓക്കെ നന്നായി വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, യൂട്യൂബ് ഓൺലൈൻ അല്ലാതെ മോൾക്ക് ഒരു ബുക്ക് എഴുതി കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചു, ബുക്ക് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ 2-3 ലക്ഷ്മി നായരുടെ 2-3 ബുക്കും അതുപോലെ തന്നെ കുറെ പേരുടെ ബുക്ക് വാങ്ങിച്ച് എൻ്റെ ഷെൽഫിൽ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ ഒരാള് എൻ്റെ ബുക്ക് വായിക്കുന്ന ആരുണ്ടാവും മാത്രം. അപ്പൊ ഞാൻ പക്ഷെ എന്നാ പോലെ ഇതേപോലെ ചോദിച്ചപ്പോൾ ഞാൻ ജാൻ്റെ അടുത്ത് ചോദിച്ചു, ജാൻ ഇങ്ങനെ ബുക്ക് ഇറക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ ആൾക്കാർ പലരും പറയുന്നുണ്ടല്ലോ, എന്താണ് ജാൻ്റെ അഭിപ്രായം? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് യുഗത്തിൽ, ഓൺലൈൻ യുഗത്തിൽ ആരാണ് ഈ ബുക്ക് വായിക്കുന്നത്? വളരെ കുറച്ച് പേര് മാത്രം. അതിന് ബുക്ക് ഒരു നല്ല ക്വാളിറ്റി ബുക്ക് ഇറക്കിയിട്ടില്ലെങ്കിൽ അധികം പേര് വായിക്കില്ല. അതിന് നല്ല എക്സ്പെൻസ് ആവും, അതിന് നല്ലൊരു പബ്ലിഷർ നമുക്ക് തേടണം അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിന്റെ പുറകെ നടക്കാനുള്ള സാമ്പത്തികം നമ്മൾ ഇഷ്ടം പോലെ വേണം, അതിനുള്ള ലാഭം നമുക്ക് ഉണ്ടാവില്ല, അതിനുള്ള ടൈം നമുക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അത് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യണം അല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ആ ബുക്ക് എന്നുള്ള പരിപാടി വേണ്ടാന്ന് വെച്ചു. എന്നിട്ടും കുറച്ച് കാലങ്ങളൊക്കെ പോയി. അങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞ പോലെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വന്നു, എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ. അപ്പോൾ ഞാൻ പല നാളും ലൈവിൽ പറഞ്ഞ പോലെ തന്നെ, അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ട് തൊട്ട് ക്യാമറേനെ അഭിമുഖീകരിക്കുമ്പോൾ എനിക്ക് ചിരി വരും. അതെൻ്റെ ഒരു ബേസിക് സംഭവമാണ്. അപ്പോൾ കല്യാണങ്ങൾക്ക് പോവുകയാണെങ്കിലും ക്യാമറ വരുമ്പോൾ ഞാൻ അത് അകന്ന് മാറിപ്പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഫോട്ടോ എടുക്കുമ്പോൾ ചിരിക്കാൻ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്പോൾ ക്യാമറ എന്ന് പറഞ്ഞ ആൾ എൻ്റെ ഒരു സത്യം പറഞ്ഞ ശത്രുവായിരുന്നു എനിക്ക് ആദ്യമൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനങ്ങനെ ആരും ഇല്ലാത്ത സമയത്ത്, ഞാനും അവയും കൂടെ ഉള്ള സമയത്ത് ഞാൻ പറയാം, അവി ഒന്നും എടുക്കണം, അമ്മയുടെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കണം എന്ന് പറയുമ്പോൾ അമ്മ മൊബൈലിൽ എടുത്ത് തരുമ്പോൾ ഞാൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് എൻ്റെ വരെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവി പറഞ്ഞു, ഈ അമ്മനെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല, അമ്മയ്ക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അവനും ഒരു എന്താ അവനവിടെ ചിരിക്കുന്നുണ്ട്, അവനും ഇങ്ങനെ എന്നെ ഉപേക്ഷിച്ച പോലെ. അപ്പൊ ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, ചെന്നൈയിലുള്ള അനുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അനു പറഞ്ഞു, ഇല്ല വീണയ്ക്ക് പറ്റും, വീണനെ കൊണ്ട് സാധിക്കുന്നു. ആദ്യമായിട്ട് എനിക്ക് യൂട്യൂബിന്റെ കാര്യത്തിൽ കോൺഫിഡൻസ് തന്ന അനുവാണ്. അപ്പോൾ അനുവിനോട് ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇവരെല്ലാവരും സ്കൂളിൽ പോയി ഓഫീസിൽ പോകുന്ന സമയത്ത് മൊബൈലിൽ തന്നെ സെൽഫി ആയിട്ട് വീഡിയോ മീൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി.
അങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ എൻ്റെ ചിരിയുടെ ഒക്കെ, അതായത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നു. അങ്ങനെയാണ് ഞാൻ ഓക്കെ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഇന്ന ദിവസം നമുക്ക് എന്തുകൊണ്ട് എനിക്ക് ചെയ്യാമെന്ന് ഞാൻ ജാൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ചെയ്ത് നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആദ്യമായിട്ട് November 3rd, 2015 തൃശ്ശൂർ മീൻകറി ഇട്ടു. തൃശ്ശൂർ മീൻകറി ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മീൻകറി എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അതേപോലെ തന്നെ ജാൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സെയിം റെസിപ്പി, നമ്മൾ ഏകദേശം തൃശ്ശൂർക്കാരെല്ലാവരും ചെയ്യുന്ന ഒരു മീൻകറിയാണ്. അത് പെർഫെക്റ്റ് ആണെന്ന് എനിക്കും അറിയാം, ജാനും അറിയാം, എല്ലാവർക്കും അറിയാം. അത്രയും 100% കോൺഫിഡൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് എളുപ്പമാണ്, അത് ഒരു കാര്യമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മീൻകറി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ക്യാമറ വെക്കുന്ന ആംഗിൾ എന്താണെന്ന് ശരിക്കും അറിയില്ല, നല്ല പാത്രങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യമായിട്ട് ഈ ഡിം ലൈറ്റ്, അതായത് ലൈറ്റ് ശരിയായിരുന്നില്ല, യെല്ലോ ലൈറ്റ് ആയിരുന്നു, ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ലൈറ്റ്സ് ഒക്കെ. അപ്പൊ ആദ്യത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും റിവ്യൂ ചോദിച്ചപ്പോൾ പറഞ്ഞു വീഡിയോ ഒക്കെ കൊള്ളാം, പക്ഷെ ഇതേപോലെ ക്വാളിറ്റി തീരെ മോശമാണ്, അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് മാറ്റണം. അത് കഴിഞ്ഞ് ഞാൻ ഇട്ടിരുന്ന വീഡിയോ പഴംപൊരിയാന്ന് തോന്നുന്നു, അങ്ങനെ 2-3 വീഡിയോ ആദ്യത്തെ ഇട്ടിരുന്നത്. അപ്പൊ അതിൽ പഴം വറക്കാൻ ഉപയോഗിച്ചിരുന്ന ഞാനൊരു പാത്രം വെച്ച്, നമ്മൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ഒരുപാട് പാത്രങ്ങളൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ വറക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ച് പഴയ പാത്രങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നു. നല്ല പാത്രങ്ങളൊന്നും ഒരിക്കലും അമ്മ വറക്കാൻ സമ്മതിക്കില്ല, എണ്ണ ഉപയോഗിക്കുമ്പോൾ കേടാവെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാനൊരു പഴയ പാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് പറഞ്ഞു എന്തിനാ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്, ഇത്രയും പഴകിയ പാത്രം കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറെ നെഗറ്റീവ് കമന്റ്സ് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ജാൻ്റെ അടുത്ത് പറഞ്ഞു ജാന ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യമൊക്കെ ഈ പോസിറ്റീവിന്റെ കൂട്ടത്തിൽ കൂടെ ഒരു നെഗറ്റീവ് ആണെങ്കിൽ പോലും എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നു, കാരണം നമുക്ക് ഇതൊന്നും പരിചയമില്ലാത്ത മേഖലയാണല്ലോ. അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ റൂഡായിട്ടുള്ള കമന്റ്സ് വരാറുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു മാധ്യമ പ്രവർത്തകനായ ഒരു ഫ്രണ്ട് എന്നോട് ഞാൻ യൂട്യൂബിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ എന്നോട് ആദ്യം പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ നീ കമന്റ്സ് ബ്ലോക്ക് ചെയ്യും, കമന്റ്സ് അലോ ചെയ്യണ്ട, സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു മേഖലയല്ല അത്. കാരണം ഒരുപാട് പേര് ഇതേപോലെ ബാഡ് കമന്റ്സ് ഒക്കെ ഇടുന്ന സംഭവമാണ്, അതുകൊണ്ട് വീണ കമന്റ്സ്. പക്ഷേ എനിക്കും ജാനും അതിനോട് ഒട്ടും അഭിപ്രായം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കമന്റ്സ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയാനൊരു വേദി ഞാൻ ഒരുക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ എങ്ങനെ അറിയും? ഇപ്പം നിങ്ങളൊരു കറി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കത് ഇഷ്ടമായോ ഇഷ്ടമായില്ലോ എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പല യൂട്യൂബ് ചാനൽസും കാണാറുണ്ട്, നല്ല സംഭവങ്ങളായിരിക്കും, പക്ഷെ നമ്മളുടെ ഇപ്പൊ എനിക്ക് ഉണ്ടാക്കിയിട്ട് നന്നായിരുന്നു എന്ന് പറയാനുള്ള ഒരു അവസരം നമുക്കില്ല അതിൻ്റെ ഉള്ളിൽ, അല്ലെ? കാരണം ആ കമന്റ്സ് ഇടാനുള്ള ഓപ്ഷൻ അവർ ഇട്ടിട്ടില്ല, കാരണം അവര് സേഫ്റ്റി ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു കമന്റ്സ് ഇടണം തീർച്ചയായിട്ടും, അതിലിപ്പോ ബാഡ് ആയാലും ഗുഡ് ആയാലും നമുക്ക് വായിക്കാം. അപ്പൊ ഞങ്ങൾ ആദ്യം ഓരോ കമന്റ്സും വായിച്ച് നല്ലതാണെങ്കിൽ അപ്രൂവ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ മാക്സിമം ഞങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് കളയാണ് പതിവ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എൻ്റെ 2ാമത്തെ വീടാണ് കറി വേൾഡ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എപ്പോഴും ശാന്തിയും സമാധാനം ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ വീട്ടിൽ എപ്പോഴും ഓരോരുത്തർ വന്നു കഴിഞ്ഞിട്ട് എന്നെ ചീത്ത വിളിക്കാനും തെറി പറയാനുള്ള ഒരു വേദിയായിട്ട് ഞാൻ എൻ്റെ കറി വേൾഡിനെ മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വീണ്ടും കമന്റ്സ് വരും, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ വരും, അപ്പോൾ അതിനെ ഓപ്പോസ് ചെയ്യുന്നവരും. അങ്ങനെ ഒരു കളിക്കളമാക്കി മാറ്റാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ കറി വേൾഡ്. അപ്പോൾ ചിലവർ പറയാറുണ്ട് ഇപ്പോൾ വീണാസ് കറി വേൾഡിൽ നെഗറ്റീവ് കമന്റ്സ് ഇല്ല, വീണ നെഗറ്റീവ് കമന്റ്സ് ഡിലീറ്റ് ചെയ്ത് കളയും. തീർച്ചയായിട്ടും ഡിലീറ്റ് ചെയ്ത് കളയും. എനിക്കിപ്പോൾ നിങ്ങൾ നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ട് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. അതാണ് നെഗറ്റീവ് കമന്റ്സ് അവിടെ കാണാത്തത്. അപ്പോൾ ഈ കമന്റ്സ് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വന്നത്. പിന്നെ എനിക്കൊരു എന്താ പറയുക ആഗ്രഹമുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ മാക്സിമം നിങ്ങളുടെ കമന്റ്സിന് റിപ്ലൈ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. കാരണം ഞാൻ പല ചാനൽസിന് ഇങ്ങനെ എഴുതുമ്പോൾ അവരൊരിക്കലും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിനുള്ളൊരു എന്താ പറയുക ഒരു ഇഷ്ടമില്ലായ്മ വരും, അതായത് നമുക്ക് പിന്നെ ഒരു ഇൻട്രസ്റ്റ് വരില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഹായിന് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ എങ്കിൽ പോലും മാക്സിമം ഡൗട്ട്സിന് ഞാൻ റിപ്ലൈ തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര തിരക്കാണ്, എങ്കിൽ പോലും ഡൗട്ട്സ് ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് റിപ്ലൈ ചെയ്തിരിക്കും, അത് 100% ഉറപ്പാണ്. പിന്നെ എനിക്ക് വേറൊരാളെ ചിലവ് ചോദിക്കാറുണ്ട് വീണ ചേച്ചി തന്നെയാണോ റിപ്ലൈ കൊടുക്കുന്നതെന്ന്. തീർച്ചയായും ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ വ്യൂവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാനല്ലേ കൊടുക്കേണ്ടത്, എനിക്കൊരു ജോലിക്കാരിനെ വെക്കാൻ പറ്റുമോ? അതിന് വേണ്ടിയിട്ട് അല്ലല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഉത്തരങ്ങൾക്കൊക്കെ ഞാൻ തന്നെയാണ് റിപ്ലൈ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ നമ്മുടെ പേജിൽ ആണെങ്കിൽ ഞാൻ മാക്സിമം പേർക്കും വോയിസ് മെസ്സേജാണ് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് സംശയിക്കേണ്ട ആവശ്യം വരുന്നില്ല, എൻ്റെ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് വീണ ചേച്ചി തന്നെയാണ് ഫോട്ടോ എടുക്കുന്നത്, വീണ ചേച്ചി അടിച്ചു മാറ്റിയ ഫോട്ടോസ് ആണോ വീണ ചേച്ചിയുടെ ഇതിലിടുന്നത്, നിങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ സെയിം സംഭവം തന്നെയാണ് ഫോട്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് കമന്റ്സ് എനിക്ക് വരാറുണ്ട്. അപ്പൊ എൻ്റെ ഇപ്പോൾ വ്യൂവേഴ്സിന് ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ ഫോളോ ചെയ്യുന്ന വ്യൂവേഴ്സിനൊക്കെ ഏകദേശം അറിയാൻ പറ്റുന്നു. ഈ പല പേജസിൽ നമ്മുടെ വീണാസ് കറി വേൾഡിന്റെ ഫോട്ടോസ് കണ്ടിട്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറ്, ചേച്ചിയുടെ ഫോട്ടോ അവിടെ കണ്ടുവിട്ടാണ്
ഇപ്പൊ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. കാരണം എന്താ, അവരെടുത്തോട്ടെ, കാരണം നമ്മുടെ സാധനം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, അതല്ലേ? എനിക്ക് ആരും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല അതില്. അപ്പോൾ ഞാൻ തന്നെയാണ് ഫോട്ടോ എടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്നാ ബ്ലോഗിന്റെ കാര്യം പറഞ്ഞു വന്നല്ലോ. അപ്പോൾ ബ്ലോഗ് ചെയ്യാൻ എനിക്ക് കോൺഫിഡൻസ് വന്നു. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അതെന്താ, പിന്നെ വേറെ ഇതിൻ്റെ ഒരു കാര്യം കേട്ടോ, തൃശ്ശൂർ ഭാഷ മാറ്റാൻ പറഞ്ഞ എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട്. അത് ഞാൻ എൻ്റെ നാട് മാറ്റാൻ പറഞ്ഞ പോലെ എങ്ങനെ എനിക്ക് എൻ്റെ തൃശ്ശൂർ ഭാഷ മാറ്റാൻ പറ്റുക? ഞാനൊരു വേറൊരു ഭാഷ എനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. കാരണം ഞാനാണ്. എനിക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ശരി, എനിക്കൊരു കണ്ണൂർ ഭാഷ അഭിനയിക്കേണ്ട ഒരു സീനാണെങ്കിൽ കണ്ണൂർ ഭാഷ ആക്ട് ചെയ്യണം. പക്ഷെ ഞാനൊരു സിനിമ നടിയല്ല. ഞാൻ എൻ്റെ ജീവിതമാണ് ഞാൻ ഇവിടെ തുറന്ന് കാണിക്കുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ തൃശ്ശൂർ ഭാഷ മാറ്റുക? അതൊരിക്കലും പറ്റുന്ന കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ആദ്യം തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ പോലെ ഷോർട്ടായിരുന്നു എൻ്റെ വീഡിയോസ്. അത് ജാൻ്റെ ഒരു നിർബന്ധമായിരുന്നു. റീന, നീ ചെയ്യുമ്പോൾ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് ചെയ്യണം. അത് ഷോർട്ടായിട്ട് ചെയ്താൽ മതി, കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ചെയ്താൽ മതി. പിന്നെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ അറിയാണ്ട് ഓട്ടോമാറ്റിക്കലി കുറച്ച് സംസാരിച്ചു. അത് ഏത് വീഡിയോ ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ അങ്ങനെ ഇട്ടപ്പോൾ ഒരുപാട് പേര് അതിന് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഭർത്താവിന് അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അത് ശരി, നിന്റെ ഭർത്താവിനൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ജാന് മനസ്സിലായത് തൃശ്ശൂർ ഭാഷ ഇഷ്ടപ്പെടുന്ന കുറച്ചെങ്കിലും പേരുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വീഡിയോസിന്റെ ലെങ്ത് ഒക്കെ കൂട്ടാൻ തുടങ്ങി. ജീവിതത്തിൽ ഒരുപാട് സമയമുള്ള ആൾക്കാരും ഉണ്ടെന്ന് എന്നാണ് എനിക്ക് മനസ്സിലായത്. സമയത്തിന്റെ അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കുട്ടികൾ. അപ്പൊ ഞാനീ പറഞ്ഞ പോലെ ആദ്യം എനിക്ക് ഇത്ര മനസ്സിലായിരുന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ ജിമെയിൽ ആദ്യം സമയത്ത് എനിക്ക് മൊബൈൽ അന്നത്തെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അധികം പേരൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ പറയാ, 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എത്താൻ ഒരുപാട് സമയം എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഈ ഇടയ്ക്കും തലയ്ക്കും മാത്രം കുറച്ച് മെയിലുകളൊക്കെ വന്നുകൊണ്ടിരുന്നു, മെസ്സേജുകളൊക്കെ വരുമായിരുന്നു. അപ്പം അതിൽ എനിക്കിങ്ങനെ സന്തോഷം തരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടികളുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത്, ചേച്ചി ഇന്ന റെസിപ്പി ഞാൻ ചെയ്തു, ഭയങ്കര അപ്രിസിയേഷൻ കിട്ടി, അല്ലെങ്കിൽ അമ്മായിമ്മ ഇതുവരെ എൻ്റെ റെസിപ്പി, ആ കുട്ടിയുടെ റെസിപ്പി നല്ലതാന്ന് പറയാത്ത അമ്മായിമ്മ പോലും അത് സർട്ടിഫിക്കറ്റ് തന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഇന്നത് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഗെറ്റ് ടുഗദറിൽ ഞാൻ സ്റ്റാറായി, അല്ലെങ്കിൽ അമ്മ വന്നപ്പോൾ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പണ്ടത്തെ രുചികൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെയിലുകൾ വരെ, ഞാനും ജാനും കൂടി ഇരുന്ന് ആ മെയിലുകളൊക്കെ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, അതിൻ്റെ ഒരു ആത്മസംതൃപ്തി എന്നൊക്കെ പറയില്ലേ, അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആത്മസംതൃപ്തിയായിരുന്നു എനിക്ക് നൽകിയിരുന്നത്. അപ്പൊ ആ സമയത്ത് എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ചോദിക്കുമായിരുന്നു, വീണ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയല്ലോ, ഒരു 10-20 വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ പറയായിരുന്നു, വീണ ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ, ഇതിന്റെ പുറകിൽ ഇത്ര അധ്വാനം ഉള്ളതല്ലേ, എന്തുകൊണ്ട് ഇത് എന്താ പറയുക മോണിറ്റൈസേഷൻ, അതായത് പൈസയ്ക്ക് വേണ്ടി യൂട്യൂബിൽ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസ് അതായത് അപ്ലൈ ചെയ്തുകൂടാ എന്ന് ചോദിച്ചു. അതായത് നമുക്ക് ആഡ് ഇടാനുള്ള നമ്മൾ പെർമിഷൻ കൊടുക്കാനുള്ള ഒരു സംവിധാനം. അപ്പൊ ഞാനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്കിപ്പോൾ ഇതിൻ്റെ അതുകൊണ്ടൊന്നും ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പാത്രങ്ങൾ വാങ്ങിക്കണം, എനിക്ക് മര്യാദക്കുള്ള ഒരു എന്താ പറയാ, ഇതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കംപ്ലൈന്റ് പറയുമ്പോൾ നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലേക്ക് അഫോർഡ് ചെയ്യുന്ന രീതിയിലല്ല. അപ്പൊ അതിനിടയ്ക്ക് കൂടെ വേറെ സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ പറഞ്ഞ പോലെ ക്യാമറ ഞാൻ ആദ്യമായിട്ടല്ലേ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നത്, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ വീഡിയോ എടുക്കുന്ന സമയത്ത് ഔട്ട് ഓഫ് ഫോക്കസ് ആവും പലപ്പോഴും, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോ നമ്മൾ കണ്ടിന്യൂറ്റി, അത് പിന്നെയാണ് എനിക്ക് അതൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയത്. അപ്പൊ കണ്ടിന്യൂറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഞാൻ എടുക്കുന്നത്, ഞാൻ പറയുന്ന മുഴുവൻ അതിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. എഡിറ്റിംഗ് സമയത്താണ് നോക്കുമ്പോൾ കംപ്ലീറ്റ് ബ്ലേഡ് ആയിരിക്കും, ഒരു കുന്തം അതിലുണ്ടായിണ്ടാവില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു, എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റും ഇല്ല. അപ്പൊ ബിരിയാണി, എനിക്ക് പാലട പായസം, ബിരിയാണി, അതുപോലെ തന്നെ അതായത് ചിക്കൻ ദം ബിരിയാണി, പിന്നെ കുറെ സംഭവങ്ങൾ, മാംഗോ പായസം, അങ്ങനെ ഒരു കുറെ റെസിപ്പീസ് ഈ സെയിം സംഭവം തന്നെ ആവർത്തിച്ചു. അതായത് ഒന്നിലേക്ക് ഫോക്കസ് പോകും, അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ നമ്മുടെ ബാറ്ററി കഴിഞ്ഞിട്ട് ഓഫായി കിടപ്പുണ്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ വഴറ്റുന്ന സമയത്ത് അത് പിടിക്കാണ്ട് പിന്നെ വഴറ്റി കഴിഞ്ഞിട്ടുള്ള പീസ് പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അത് രണ്ടാമത് പിറ്റേ ദിവസം അപ്പൊ എന്റെ ഭർത്താവ് ശരിക്കും സഫർ ചെയ്തിട്ടുണ്ട്, ഒരാഴ്ച മുഴുവനും ബിരിയാണി കഴിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ വീഡിയോ ശരിയാവാത്ത കാരണം വീണ്ടും ചിക്കൻ വാങ്ങിക്കുക, വീണ്ടും അരി വാങ്ങിക്കുക, സാധനങ്ങൾ വാങ്ങി ഉണ്ടാക്കുക. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായി ഇത് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമൊന്നുമല്ല, അത്രയും ചെലവ് കൂടി എനിക്ക് സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഈ പാത്രം വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല, എനിക്ക് പാത്രം വാങ്ങിച്ചിരുന്നു പറഞ്ഞാൽ വാശി പിടിച്ചു. അങ്ങനെ പാത്രം വാങ്ങിച്ചു. അപ്പൊ പിന്നെ നമ്മുടെ ഒരു സാധാരണക്കാർക്ക് എന്തോരം ചെലവുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഓരോന്നിനും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കയ്യിൽ ഒതുങ്ങാണ്ടായിപ്പോയി. അപ്പൊ എന്റെ ഭർത്താവിന് മനസ്സിലായി ശരിയാണ് പിന്നെ പറയണത്, നമുക്ക്
മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാമെന്ന് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം, അത് 8 മാസം 9 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളിക്കാരൻ സമ്മതിക്കുന്നത്. പിന്നെ അത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ടായി. സാധാരണ ആൾക്കാര് തുടക്കം തൊട്ടേ ഇത് തുടങ്ങി ഇപ്പൊ കാശ് കിട്ടും എന്ന് വിചാരിച്ചിരിക്കും. നമ്മൾ 8 മാസമൊക്കെ കഴിഞ്ഞ് തുടങ്ങി അപ്ലൈ ചെയ്ത് 2 മാസത്തിനുള്ളിലോ മറ്റോ ആദ്യത്തെ വളരെ നിസ്സാരമായ പൈസ നമുക്ക് കിട്ടിയത്. പൈസ ആണെങ്കിലും ആദ്യത്തെ ശമ്പളം, അതായത് നമ്മുടെ മഞ്ജുവാര് പറഞ്ഞ പോലെ 36ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ ഏൺ ചെയ്ത പൈസ എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടല്ലോ, ഈ ഭൂലോകം വെട്ടിപ്പിടിച്ച ഒരു സംതൃപ്തിയായിരുന്നു. 6000 രൂപ. അതെ, അതിനെന്താ ഇപ്പൊ ഞാനൊരു എഞ്ചിനീയർ ആണെങ്കിൽ പോലും എന്റെ കൂട്ടുകാരികൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ 5 ലക്ഷം 10 ലക്ഷം 12 ലക്ഷം മാസത്തിൽ സമ്പാദിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഒരുമിച്ച് പഠിച്ച കുട്ടികളുണ്ട്. അപ്പൊ അവരൊക്കെ പറയുമ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിൽ ദൈവമേ അവര് നല്ല രീതിയിൽ തന്നെയാണ്. കാരണം അവര് പഠിച്ചു, അവര് നല്ല ജോലി വാങ്ങിച്ചു, അത് അവരും എടുക്കും. പക്ഷെ ഞാൻ എന്തൊരു എഞ്ചിനീയറാന്ന് പറഞ്ഞിട്ടും വീട്ടിലിങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക, പൈസ സമ്പാദിക്കുന്നില്ല. എത്രയായാലും ഒരു ഭാര്യയുടെ മനസ്സിലുണ്ടാവുന്ന വിഷമങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ കുടുംബം നടത്തുമ്പോൾ എല്ലാത്തിനും ഞാൻ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമില്ലേ. പക്ഷെ എന്നാൽ പോലും എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് സമ്പാദിക്കാൻ പറ്റുന്നുള്ളൊരു എവിടെയോ മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഇതൊരു വേദിയാവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. അപ്പൊ 2016 നമുക്ക് ഒക്ടോബറിലാന്ന് തോന്നുന്നു അല്ലെ കിട്ടിയത്. 2016 ഒക്ടോബറിൽ നമുക്ക് ആദ്യമായിട്ട് ഒരു 6000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോ അതൊരു ഒരു കോടി കിട്ടിയൊരു സംതൃപ്തിയായിരുന്നു എനിക്ക് നൽകിയിരുന്നത്. അത് ഈവൻ ജാനും അതെ, അത് തീർച്ചയായിട്ടും എൻ്റെ മക്കളും എല്ലാവരും ഒരുപാട് സന്തോഷിച്ചൊരു കാര്യമായിരുന്നു. ഞാനത് അച്ഛനെ വിളിച്ച് പറഞ്ഞു, ജാൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു. ഞാനൊരു ആഘോഷമായിട്ട് മാറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് എന്താ പറയുക, ആത്മസംതൃപ്തിയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു സാധനം തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒരുപാട് പേര് എന്നോട് മെസ്സേജ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞാൽ പൈസ അപ്പം തന്നെ വരുന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. നമ്മൾ മനസ്സറിഞ്ഞൊരു ജോലി ചെയ്യുക, അതിനുള്ള നല്ല സംഭവമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള റിമ്യൂണറേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പിന്നെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1000 പേര് 5 മിനിറ്റ് വെച്ച് വീഡിയോ കാണുകയാണെങ്കിൽ, അത് 5000 മിനിറ്റ് ഒക്കെ കാണുകയാണെങ്കിൽ $1 വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ആവറേജ് ഉണ്ടെങ്കിൽ ആ $1 എന്ന് പറഞ്ഞാൽ ഈ ആഡൊക്കെ ഇടുന്നവർക്ക് നമ്മുടെ വീഡിയോയിൽ ആഡ് ഇട്ടാൽ കൊള്ളാമെന്ന് താല്പര്യം തോന്നണം. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആഡ് സ്പേസുകളിലെല്ലാം കൂടെ ആകെ കൂടെ ചിലപ്പോൾ 30% ഫില്ലാവുള്ളൂ. ആ 30% ഫില്ലായാലും കണക്ക് ഒക്കെ നോക്കുമ്പോൾ അവസാനം കിട്ടുന്ന ഈ $1 ആണ്. അപ്പം നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഇനി ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം. 1000 പേര് 5 മിനിറ്റ് ഈക്വൽസ് $1. ഒരു നിസ്സാര കണക്ക്. അതെ. അപ്പൊ അത് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ചെയ്ത് പോവുക, അതേപോലെ തന്നെ വ്യൂ ടൈം കൂടുക, അപ്പോഴാണ് നമുക്ക് അതിനുള്ള റവന്യൂ കൂടുക. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ചിലവർ എന്നോട് പറയാറുണ്ട്, ചേച്ചിട്ട് ചില വീഡിയോയില് ആഡ്സ് കാണാറുണ്ട്, ചില വീഡിയോയിൽ ആഡ്സ് കാണാറില്ല. അതിപ്പോ നമ്മളല്ല ഡിസൈഡ് ചെയ്യുന്നത്. അവർക്ക് നമ്മുടെ വീഡിയോയിൽ ആപ്റ്റ് ആയിട്ടുള്ള ആഡ് ഇടണമെങ്കിൽ അവരാണ് ഇടുന്നത്, അല്ലെങ്കിൽ ഞാനല്ല അതിൽ ആഡ് ഇടുന്നത്. ആൾക്കാർ മനസ്സിലായോ? അതുപോലെ തന്നെ ചിലവർ പറയും ബോറിംഗ് ആണ് ഇതിനുള്ളിൽ കൂടെ ആഡ് കാണുന്നത്. നിങ്ങൾ സിനിമ കാണുമ്പോൾ ആഡ്സ് കാണാറില്ലേ? അതുപോലെ തന്നെ അവരാണ് ഇടുന്ന ആഡ്സ്. നിങ്ങൾക്ക് ആഡ് ഫ്രീ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിലൊരു സംഭവമുണ്ട്, യൂട്യൂബ് റെഡ് ചാനൽ എന്ന് പറഞ്ഞ ചാനലുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ. പക്ഷെ അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് യൂട്യൂബ് ആണെങ്കിലും ആഡ് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. എല്ലാ രാജ്യത്തും ഇല്ല, മിക്കവാറും പല രാജ്യങ്ങളിലും യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ചെയ്യാം. പിന്നെ ഇതേപോലെ തന്നെ ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട്, മീന ചേച്ചി ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഞങ്ങൾ ഒരു 30 സെക്കൻഡ് ആഡ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്ന കുട്ടികളുണ്ട്. അതറിയാം നിങ്ങൾക്ക്. എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. അവരെന്നോട് വിളിച്ച് പറയാം, ചേച്ചി ഞാൻ അതേ ചില തുടങ്ങിയ സമയത്തൊന്നും ആഡ്സ് വരികയുണ്ടായിരുന്നില്ല. ഐ മീൻ നമ്മൾ ആഡ്സ് ഇട്ടതിന് ശേഷം ഞാനിങ്ങനെ വിളിച്ച് ചോദിക്കും, ആഡ് വന്നോ? ഞങ്ങളെ ആഡൊന്നും വന്നിട്ടില്ല എന്ന് പറയും. നാൻസിനെ വിളിച്ചു ചോദിക്കും, നാൻസി ആഡ് വന്നാ? ഇല്ലേ. ദീപനെ വിളിച്ചു ചോദിക്കും, ദീപ ആഡ് കാണുന്നുണ്ട്? ഇല്ല വീണ. അപ്പൊ വേണ്ട കുറേ നാൾ കഴിഞ്ഞിട്ട് നാൻസി, ചേച്ചി ഇതേ ഇന്നൊരു ആഡ് കണ്ടു ചേച്ചിയുടെ ഇതില്. അതായത് എല്ലാവർക്കും കിട്ടുന്നില്ല. പക്ഷെ അവരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ വീണ ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ട് എന്താണെന്ന് അറിയത്തില്ല, അവർ 30 സെക്കൻഡുള്ള ആഡ് ആണെങ്കിൽ അത് ഇന്ന് മുഴുവൻ കാണും. എല്ലാവരോടും കാണാൻ പറയണതല്ല ഞാൻ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെന്ന് ഞാൻ പറയായിരുന്നു. അതേസമയം ചിലവർക്ക് ഇറിറ്റേഷൻ ആണ്. ഇപ്പൊ ശരിയാണ്, ആഡ്സ് ഇപ്പൊ നമ്മൾ ടി വിയിൽ വന്നപ്പോ ഒരു 2 മണിക്കൂറിന്റെ സിനിമ നമ്മുടെ ഇതിൽ ടി വിയിൽ വന്നു കഴിഞ്ഞാൽ 4 മണിക്കൂർ 5 മണിക്കൂർ ആണ് അവർ സിനിമ കംപ്ലീറ്റ് ആവാൻ സമയം എടുക്കുന്നത്. അപ്പൊ അതുപോലെ ഒന്നല്ലല്ലോ നമ്മള് ഈ വീഡിയോയില്
ആഡ്സ് ഇടും. പക്ഷെ ഇതിന്റെ ബിഹൈൻഡ് ദ സീനിൽ നമ്മൾ എത്രമാത്രം ഇതുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഇത് ഇത്രയും പറഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പൊ നിങ്ങളുടെ ഏകദേശം സംശയങ്ങളൊക്കെ തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്തെങ്കിലും നമ്മൾ പറയാൻ ബാക്കിയുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എന്റെ വീഡിയോസ് എടുക്കുന്നത്. അതായത് എന്റെ പ്രിയപ്പെട്ട ഒരു ചെയർ ഉണ്ട്. ഈ ചെയറിന്റെ മുകളിൽ ട്രൈപോഡ് വെച്ച് അതിലാണ് ഞാൻ എന്റെ ക്യാമറ വെച്ചേക്കുന്നത്. അങ്ങനെയാണ് നമ്മളുടെ ഈ വീഡിയോസ് ഒക്കെ ഉണ്ടായി വരുന്നത്. പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചേച്ചി വീഡിയോ പിടിക്കുന്നതെന്ന്. ഇങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത്. ക്യാമറനെ പിന്നെ പരിചയപ്പെടുത്താം. ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞാൻ 2 ലക്ഷം ആയതിന്റെ ECPC മക്കയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. ആ വേഗം സ്ഥലം വിട്ടോ, ഞാൻ വേഗം റെഡി ആക്കട്ടെ, എന്നിട്ട് വീഡിയോ എടുക്കട്ടെ. ഇതാണ് എന്റെ ബാൽക്കണി. ഇവിടെ വെച്ചിട്ടാണ് എന്റെ എല്ലാ ഫോട്ടോസ് എടുക്കുന്ന സ്ഥലം. ഇതാണ് വൈറ്റ് ടേബിൾ. ഇതിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് കേട്ടോ. എന്നോട് ഒരുപാട് പേര് വേറൊരു ചോദിക്കുന്ന ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഏത് ക്യാമറയാണ് ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഈ ക്യാമറയാണ്. അതായത് ഇത് നിക്കോണിന്റെ D5000 ആണ്. പഴയ മോഡലാണ്. അതിന്റെ സൂം ലെൻസ് ആണ് ഞാൻ എപ്പോഴും ഫോട്ടോസ് എടുക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 70-300 ആണ് ഈ ലെൻസിന്റെ റേഞ്ച്. അപ്പോൾ കണ്ടല്ലോ. പിന്നെ മക്കളുടെ ഒരു പങ്കിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനാണ്, അതായത് മൂത്ത മോൻ അവിയാണ് നമ്മുടെ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ചെറിയൊരു ലോഗോ ആണ്, പക്ഷെ എങ്കിൽ പോലും അവൻ ഡിസൈൻ ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും ആക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ ലോഗോ ഇനി മാറ്റാൻ ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. ലോഗോയിലൊന്നുമല്ല എല്ലാ കാര്യങ്ങളും അല്ലേ. അതുപോലെ തന്നെ എൻ്റെ ചെറിയ പുത്രൻ, അതായത് നന്ദു ആണ്. നമ്മൾ പറയില്ലേ, നമ്മുടെ പാരൻസ് എപ്പോഴും പാരൻസിൻ്റെ കയ്യിൽ നിന്നാണ് കുട്ടികൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല ആക്ച്വലി സംഭവിച്ചേക്കുന്നത്. ഞാനാണെങ്കിലും ജാനാണെങ്കിലും മക്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് പലതരത്തിലും കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് ഇപ്പോൾ എൻ്റെ 2 മക്കളും ഈ പറഞ്ഞ പോലെ കൂടുതൽ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ യൂട്യൂബില് നന്ദുവാണ് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്, അമ്മ ഇങ്ങനെ 100,000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ യൂട്യൂബ് നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ തരും. അപ്പൊ അന്നാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് തന്നെ. അല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. അത് പിന്നെ പറഞ്ഞു അമ്മ ഇങ്ങനെ 10 lakh ആകുമ്പോൾ നമുക്ക് ഗോൾഡ് കിട്ടും, പിന്നെ അത് കഴിയുമ്പോൾ ഡയമണ്ട് കിട്ടും. ഞാൻ പറഞ്ഞു മോനെ നിന്റെ അമ്മയ്ക്ക് ഇതൊന്നും കിട്ടില്ലടാന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇല്ല യു വിൽ ഗെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനായിരുന്നു ഇങ്ങനെ, അവനറിയാം എന്താ ഭയങ്കര വാശി കൂടിയായിരുന്നു. ഇല്ല അമ്മയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവൻ കാണുന്ന പല യൂട്യൂബ് ചാനൽസ് എനിക്ക് കാണിച്ചു തരും. അമ്മ ഡാൻഡീര്യത്തിൽ കിട്ടി കണ്ടോ, ഡാൻഡീര്യത്തിന് ഡയമണ്ട് കിട്ടി. പിന്നെ വേറൊരു ചാനലുണ്ട് കേട്ടോ, അച്ഛനമ്മയും മക്കളും കൂടി ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ലതാ. അപ്പൊ കുട്ടികൾക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അവർ തമ്മിലുള്ള ആക്ടിവിറ്റീസ്, അല്ലാണ്ട് പുറത്തുള്ള ആൾക്കാരല്ല, അച്ഛനും മക്കളും കൂടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉള്ള ഒരു സംഭവമാണ് യൂട്യൂബിൽ. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അവരതെനിക്ക് കാണിച്ചു തരും. അപ്പൊ അതിലൊക്കെ ഭയങ്കര ബോണ്ടിങ് ആണ് അവര്. അതായത് 4 മക്കളും ഉണ്ട്, അച്ഛനും അമ്മയും കൂടിയുള്ള ഒരു കളികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബോണ്ടിങ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പൊ അതിലും അദ്ദേഹത്തിനും ഒരുപാട് ഇതുപോലെ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്, അത് ഡയമണ്ടും കടന്നു പോയിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നു. ഒരുപാട് അവർക്ക് പിന്നെ എന്താ പറയുക ഇന്റർനാഷണൽ ലെവലുള്ള ആൾക്കാരാണല്ലോ, യൂട്യൂബേഴ്സ് ആണല്ലോ. അപ്പൊ അതൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ നന്ദുവിൽ നിന്നാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പഠിച്ചത്. അപ്പം നന്ദുവിനാണ് അപ്പൊ എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയപ്പോൾ എന്നേക്കാൾ എക്സൈറ്റ്മെന്റ് ആ കുട്ടിക്കായിരുന്നു. കാരണം അവന്റെ അമ്മ അവൻ കാണുന്ന യൂട്യൂബിന്റെ ലോകത്തിൽ നിന്ന് ഇതേപോലെ തന്നെ അമ്മയ്ക്ക് ഒരു അവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഹി വാസ് ലൈക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോഴും ആ എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല എൻ്റെ മോനെ. അപ്പൊ അങ്ങനെയൊക്കെ എൻ്റെ മക്കളാണ് ഈ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് ജാന്റെ കൂടെ തന്നെ. അപ്പോൾ അതിനോട് എനിക്ക് ഒരിക്കലും എന്താ പറയുക നന്ദി പറയേണ്ട ആവശ്യമില്ല. എൻ്റെ മക്കളുടെ തന്നപ്പോൾ ഈ അവസരത്തിൽ നന്ദി പറയുക തന്നെ ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബില് സബ്ടൈറ്റിൽസ് നമ്മുടെ യൂട്യൂബിൽ ഉണ്ട് കേട്ടോ. എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് ചേച്ചി ഇതേപോലെ കുറച്ച് സബ്ടൈറ്റിൽസ് എല്ലാ വീഡിയോസിലും സബ്ടൈറ്റിൽസ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ പേര് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ മലയാളികൾ മേ ബി ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ, കാരണം മലയാളത്തിലാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മുടെ മിക്ക വീഡിയോസിൽ, അതായത് ഒരു 8 വീഡിയോ, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 8 വീഡിയോസിൽ ഇല്ലാതെ മിക്കതിൽ നമ്മൾ സബ്ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ജാന്റെ കസിൻ മേഘ്ന പ്രകാശാണ്. അതായത് ഞാൻ അമ്മു എന്ന് വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മക്കുട്ടി. അപ്പൊ അമ്മ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പൊ എനിക്ക് ചെയ്യുന്നത് ചന്ദ്രലേഖയാണ്. ചെന്നൈയിലാണ് ചന്ദ്രലേഖ. അപ്പൊ ചന്ദ്ര എന്നാണ് ഞാൻ അവളെ വിളിക്കുന്നത്. നമ്മുടെ കറിവേൾഡിന്റെ കട്ട ഫാൻസ് ഉണ്ട് 2 പേരും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സഹായം ഉള്ളതുകൊണ്ട് നമുക്ക് സബ്ടൈറ്റിൽസ് നന്നായി മുന്നോട്ട് പോകുന്നത്. നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് നന്നായി എഴുതിയിട്ടുണ്ട്. വെൽ ഡൺ. അപ്പോൾ താങ്ക്സ് ഉണ്ട് ചന്ദ്ര, എൻ്റെ അമ്മു. അപ്പോൾ ശ്രദ്ധിക്കാൻ മറക്കരുതേ. അപ്പൊ നമുക്ക് കുറച്ച് അതുകൊണ്ട് എനിക്ക് കുറച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സും അതുപോലെ തന്നെ കുറച്ച് തമിഴിയൻസിനൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം സബ്ടൈറ്റിൽസ് വായിച്ചിട്ട് നമ്മുടെ കറിവേൾഡിന്റെ റെസിപ്പീസ് അവർ ചെയ്യാറുണ്ട്, എനിക്ക് ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഞാൻ ഏത് സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഐമാക്കില് iMovie ഉപയോഗിക്കുന്നത്. iMovieയിലാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. ബാക്കിയുള്ളതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലാണ് എപ്പോഴും ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടിട്ടേ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ എനിക്ക്
ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഇതിന്റെ എഡിറ്റിങ്ങിന്റെ ABCD എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ യൂട്യൂബിന്റെ വീഡിയോസ് തുടങ്ങിയ സമയത്ത് എഡിറ്റ് ചെയ്യാൻ ഞാൻ ജാൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നീ യൂട്യൂബിൽ ഹൗ ടു എഡിറ്റ് വീഡിയോസ് എന്നുള്ള സംഭവം ഉണ്ട്, അത് എടുത്ത് നോക്കിക്കോ, എന്നിട്ട് അമ്മയും മോനെ ഇരുന്ന് പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയി. അപ്പൊ ഞാനും അവയും കൂടി ഇരുന്ന് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ട് അങ്ങനെയാണ് എഡിറ്റിംഗ് പഠിച്ചത്. ആ സമയത്തൊക്കെ ഉണ്ടല്ലോ കുത്തിക്കൊല്ലാൻ തോന്നിയിട്ടുണ്ട് എനിക്ക്. ഒരു സാധനം ചോദിച്ചാൽ പറഞ്ഞില്ലാന്നേ നമുക്ക്. അപ്പൊ എല്ലാം തന്നെ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ആദ്യം ബ്ലോഗ് തുടങ്ങിയപ്പോഴും തന്നെയായിരുന്നു, ഫോട്ടോ എടുക്കാൻ പഠിപ്പിച്ചെന്നില്ലായിരുന്നു. പിന്നെ പക്ഷേ എനിക്ക് പിന്നെ എന്തെന്നറിയാമോ, എനിക്ക് തന്നെ സ്വയം ഒരു ആത്മവിശ്വാസം വന്നു. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ എടുക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു ജാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം, ആരും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ആ ഒരു പാഠം എന്റെ ഭർത്താവാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ iMovie ഐക്കൺ. ഇതാണ് കേട്ടോ സ്റ്റാർ, ഇതിന്റെ ഉള്ളിലൊരു ക്യാമറ. എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ എന്റെ കൂടെ ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മുടെ ഇതിൽ ഞാൻ കുറച്ച് നിങ്ങളുടെ അടുത്ത് പറയാൻ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിവിടെ വന്ന അവസരത്തിൽ ഭയങ്കര പേടിത്തൊണ്ടിയായിരുന്നു. ഇപ്പോഴും പേടിത്തൊണ്ടി തന്നെയാണ്, അതിന് കുറവൊന്നുമില്ല. എന്നാൽ പോലും ആ ഒരു കോൺഫിഡൻസിൽ കുറച്ച് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ വന്ന സമയത്ത് മൂത്ത മോനെ അവയ്ക്ക് 1 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന സമയത്ത് സെറ്റിലായ സമയത്ത് മോസ്റ്റ്ലി ഞാൻ അന്ന് ബ്രിട്ടീഷ് എയർവേസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആള് പോവും, ട്രാവലിംഗ് ആയിരുന്നു. അതായത് മന്ത്ലി ത്രൈസ് എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരൻ ഇവിടെ UK പോകും. അപ്പൊ ഞാനും അവി മാത്രമുള്ള വീട്ടില്. അപ്പൊ കുറെ ദിവസം വിട്ടു നിൽക്കുന്നുണ്ടെങ്കിലേ ജാൻ്റെ പാരന്റ്സ് വന്ന് നിൽക്കുള്ളൂ നമ്മുടെ അടുത്ത്, അല്ലെങ്കിൽ എന്നോട് പറയും തന്നെ മാനേജ് ചെയ്യാൻ പറയും. അപ്പൊ ഇവിടെ വന്ന സമയത്തൊക്കെ നമുക്ക് എനിക്ക് അസുഖം വരും, കുഞ്ഞിന് അസുഖം വരും. അപ്പൊ പോവാനൊക്കെ ടാക്സി വിളിച്ച് പോകാൻ ഭയങ്കര പേടിയാണ്. അപ്പൊ ഞാൻ പറയും, അപ്പൊ എനിക്ക് ആ പേടി കൊണ്ട് ഞാൻ നടന്നു പോയിട്ടുണ്ട്. സുലൈഖ ഹോസ്പിറ്റലിലേക്ക് ഞാൻ നടന്നു പോകും, കുറച്ച് ദൂരമുണ്ട്. നമ്മൾ നടന്നു പോയിരുന്നു. ടാക്സിയിൽ കയറുമ്പോൾ പേടിയാണ്, ടാക്സിയിൽ കയറുമ്പോൾ ദൈവമേ ഡ്രൈവർ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്, ഡ്രൈവർമാർ നല്ലതൊന്നുമല്ല, അവരെവിടെയെങ്കിലൊക്കെ നിന്നെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ദൈവമേ എനിക്ക് ദൈവത്തിന് അറിയില്ല ആ ടെൻഷന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാവരും പറയും എന്താ വീണ ഡ്രൈവിംഗ് പഠിക്കാത്തത്. അപ്പൊ ജാൻ്റെ അടുത്ത് വഴക്കിട്ടുണ്ട്, എന്നെ മാത്രം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അടിയിൽ എന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ 100 ടാക്സി ഉണ്ട്, ഊബർ ഉണ്ട്. അപ്പൊ അതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അപ്പോഴൊരു എല്ലാവരും കൂടി കളിയാക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കിത് മനസ്സിലാവുന്നുണ്ട്, ഞാനത് ഡ്രൈവിംഗ് പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ വല്ല ജോബൊക്കെ കിട്ടിക്കണ്ട് അതിൽ നോക്കുമായിരുന്നു, അല്ലെങ്കിൽ വേറെ പറഞ്ഞ പോലെ പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ കറങ്ങാൻ പോകുമായിരുന്നു. ഈ കറികളിൽ നിന്ന് സംഭവം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. എന്തുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ അത് ആയിരുന്നു എന്നുള്ള ഉത്തരം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ പോലെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ വരില്ല, ഉണ്ടെങ്കിൽ പോലും എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ആള് പോകും. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ സാധാരണ ഡോക്ടർ ഞാനും കൂടെ വന്നിട്ടില്ലേ മോളെന്ന് ചോദിക്കില്ലേ. പക്ഷെ ഇവിടെ പിന്നെ അതങ്ങനെ ചോദിക്കില്ല. അപ്പൊ ഇവിടെ നമ്മളെ കൊണ്ടുവിട്ടപ്പോൾ ഞാൻ പറയും, ഞാൻ എന്റെ കൂടെ ഒന്ന് വാ പ്ലീസ്, എന്റെ അസുഖം, അപ്പൊ നിനക്കല്ല അസുഖം, നീ അല്ലേ ഡോക്ടറെ അടുത്ത് പറയേണ്ടത്, ഞാനല്ലല്ലോ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആദ്യമൊക്കെ അത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നോണ്ടിരുന്നു, എന്താ ഇങ്ങനത്തെ ഒരു ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് ശീലമായി. കാരണം ശരിയാണ് ആള് പറഞ്ഞത്, എനിക്ക് പനി വന്നാലേ എനിക്ക് വയറുവേദന വന്നാൽ ഞാൻ തന്നെ ഡോക്ടറോട് പറയണം, പുള്ളിക്കാരനൊന്നും പറയാൻ പറ്റില്ല. പിന്നെ പുള്ളി വരികയാണെങ്കിൽ തന്നെ അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി വരണ്ട. അപ്പൊ എനിക്കിപ്പോ വർഷങ്ങളായിട്ട് ഇപ്പൊ അത് ശീലമായി. അപ്പൊ അതുപോലെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും നീ കിടന്നോ, അല്ലാതെ എങ്ങനെ മോളെ ചക്കരെ നിനക്ക് മാറിയോ, അല്ലെങ്കിൽ ഞാൻ തടവി തരട്ടെ, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ആദ്യമൊക്കെ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ വീട്ടിൽ വിളിച്ച് അമ്മ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പിന്നെ അത് യൂസ്ഡ് ആയി. എനിക്കിപ്പോ എന്റെ ഭർത്താവ് ഇങ്ങനെയാണ്, ഞാൻ അതിലോട്ട് അഡ്ജസ്റ്റഡ് ആയി. അപ്പൊ ഇപ്പൊ എനിക്ക് കുറെ പേര് ഇതേപോലെ കുറച്ച് കുട്ടികൾ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ആയി കുറെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പൊ എനിക്ക് ചിരി വരും. ഞാൻ അവരിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം എല്ലാ ഭർത്താക്കന്മാർക്കും ഇപ്പൊ ഇങ്ങനെ സ്നേഹം പഠിപ്പിക്കാൻ കഴിയുന്നുള്ള ആൾക്കാരായിരിക്കില്ല. ജാൻ എന്നോട് അത്രയും ഇഷ്ടമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആൾക്കതങ്ങനെ വാക്കുകളിൽ കൂടിയോ അല്ലെങ്കിൽ പ്രവൃത്തികളിൽ കൂടിയോ അറിയില്ല. അങ്ങനത്തെ ഒരു കൂട്ടം ഭർത്താക്കന്മാരുണ്ട് മക്കളെ, അതൊന്ന് പറയണമെന്നുണ്ട് എനിക്ക്. അതായത് ജാനെ പോലുള്ള കുറെ നല്ല ഭർത്താക്കന്മാർ ഒരു ലോകത്തുണ്ട്. അവര് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ എന്നെ പോലത്തെ ഭാര്യമാര് നിങ്ങൾ അവരെ പീഡിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതെ ശരിക്കും കേട്ടോ, 5 വർഷം എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ ക്രൂഷ്യൽ പോയിന്റ് തന്നെ ആയിരുന്നു. 5 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കും ജാനും മെച്യൂരിറ്റി വന്നത്. കാരണം അത് വരെ സില്ലി തിങ്സിന് വേണ്ടി പണ്ടുണ്ടാക്കിയിട്ടുണ്ട്.
അല്ല ഞാനിപ്പോ നിങ്ങൾ പറയാറില്ലേ ഭയങ്കര നല്ല കപ്പിളാണ്, ഭയങ്കര എന്താ പറയാ ലവിങ് കപ്പിളാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലും എല്ലാവരും പോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്, പിണങ്ങി ഇരുന്നിട്ടുണ്ട്. പക്ഷെ പിണക്കെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിലൊന്നും കൂടുതലൊന്നും മിണ്ടാതിരുന്നിരുന്നിട്ടൊന്നുമില്ല, രാത്രിക്കുള്ളിൽ തന്നെ പിണക്കൊക്കെ തീരും. പക്ഷെ എന്നാൽ പോലും ഇഷ്ടംപോലെ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും കെട്ടിപ്പിടിച്ചോ അല്ലെങ്കിൽ എപ്പോഴും സന്തോഷിച്ചിരിക്കുന്ന ഭർത്താവും ഭാര്യയൊന്നുമല്ല ഞങ്ങൾ കേട്ടോ. ഞങ്ങൾ നിങ്ങളെ പോലെ തന്നെയാണ്, അടി കൂടും വഴക്കുണ്ടാക്കും എല്ലാം ചെയ്യും, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പൊ ആ ഇന്റൻസിറ്റി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതെന്താ കാര്യം എന്നറിയാം? അതെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ സാധാരണ രീതിയിൽ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ പണ്ടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് വലിയ കാര്യമായിട്ട് ജോലി ചെയ്തില്ല, അതായത് ഒരു കുഞ്ഞുണ്ട്, നന്ദുവായിട്ടില്ല. അപ്പോൾ വീട്ടിലത്തെ ജോലിയിലൊക്കെ ചെയ്തു, ബ്ലോഗിങ് വല്ലപ്പോഴൊക്കെ നടക്കണ്ടായിരുന്നുള്ളൂ. വീട്ടിലത്തെ ജോലി ചെയ്തു. അന്ന് എനിക്കൊരു എന്താ പറയാ ക്ലീൻ ചെയ്യാനൊക്കെ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ അത് വന്ന് ക്ലീൻ ചെയ്തൊക്കെ പോകുമ്പോൾ പിന്നെ നമുക്ക് കാര്യമായിട്ട് പണികളൊന്നുമില്ല. ഈ ഫോണിൽ വിളിച്ച് ഫ്രണ്ട്സിനെ സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മ വിളിക്കും, ഒരു മണിക്കൂർ മിണ്ടും, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഡേ ടൈം പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആള് വരുമ്പോൾ ചിലപ്പോൾ ബ്രിട്ടീഷ് സർവീസിലായിരുന്ന സമയത്ത് 8 മണിയൊക്കെ ആവും ചിലപ്പോൾ വരുമ്പോൾ. അതുവരെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പിന്നെ കുട്ടീനെ പഠിപ്പിക്കലും അങ്ങനെ ദേഷ്യം വന്നിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ കയറി വരാം. അപ്പൊ നമുക്ക് ആകെപ്പാടെ എക്സൈറ്റ്മെന്റ്, കാരണം ഞാൻ വരുമ്പോൾ നമുക്ക് കുറെ സംസാരിക്കണം, കാരണം അന്നത്തെ ദിവസം ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം, അങ്ങനെയൊക്കെയല്ല നമ്മുടെ രീതി. പക്ഷെ ആളുകളെങ്കിൽ ഒരുപാട് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഭർത്താക്കന്മാർക്ക് അവരുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ദേഷ്യം വന്നിരിക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ തിരക്കുകളായിരിക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ആള് നമ്മളെ മൈൻഡ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് താങ്കൾക്ക് എന്നോട് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ വഴക്കിടുമ്പോൾ എപ്പോഴും താങ്കൾ തന്നെ വിളിക്കുള്ളൂ കേട്ടോ. താങ്കൾ എന്ന് മാത്രമേ വിളിക്കുള്ളൂ. താങ്കൾക്ക് എന്നോട് ഇഷ്ടമില്ല, എന്നോട് എപ്പോഴും ഇഷ്ടമില്ല, പിന്നെ നിന്നെ കല്യാണം കഴിച്ചത് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ ദിവസം എന്നുള്ള രീതിയിൽ വഴക്കായിരുന്നു. അപ്പൊ എന്നോട് ഞാൻ പറയുന്നത് എന്താ കാര്യം, നീ വെറുതെ വീട്ടിലിരിക്കണം, നിനക്ക് വേറെ പണികളുണ്ടെന്നാൽ പോലും കുറേ സമയം, ദിവസത്തിന്റെ കുറേ സമയം വെറുതെ ഇരുന്ന് നീ ഓരോന്ന് ചിന്തിച്ച് കൂട്ടി അതിൽ കടന്നു ദിവാസ്വപ്നം കാണാന്നൊക്കെ പറയത്തില്ല. നമ്മൾ ഒരു ഇമാജിനേഷൻസ് ഉണ്ടാവും, ഒരു ഭാര്യ ആയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട്, ഭർത്താവ് ഇങ്ങനെ ചെയ്യും, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഭാര്യമാരുടെ ഒരാളായിരുന്നു ഞാനും. അപ്പൊ ആ സ്വപ്നങ്ങളൊക്കെ പൊളിഞ്ഞു പോകണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ദേഷ്യമായിരുന്നു ഞാനന്ന് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറയും, നിനക്കൊരു ജോലി, അതായത് ജോലി എന്ന് ഉദ്ദേശിച്ച് നീ ഒന്ന് എവിടെയെങ്കിലും ഓക്യുപ്പൈഡ് ആവുക, നിനക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ, അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നീ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നീയും ബിസി ആവുമ്പോൾ ഈ വഴക്കുകൾ നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല. അപ്പോഴാണ് അപ്പോഴും എനിക്ക് അത്ര അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, കാരണം ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ വഴക്കില്ല. കാരണം എന്താ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സമയമില്ല, ഞങ്ങൾ രണ്ടുപേരും ബിസിയാണ്. നിങ്ങൾ ഇപ്പോൾ വീഡിയോന്റെ കാര്യത്തിലാണെങ്കിൽ എഡിറ്റിംഗ്, പിള്ളേരെ പഠിപ്പിക്കല്, വീട് ക്ലീൻ ചെയ്യല്, കുക്കിംഗ്, അങ്ങനെ എങ്ങനെയാക്കിയിട്ട് ഞാൻ എപ്പോഴും ബിസിയാണ്. ജാൻ്റെ ജോലി അത് കഴിഞ്ഞ് എന്നെ വീട്ടിൽ വന്നാലും പുള്ളിക്കാരൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും തിരക്കുകൾ വന്നപ്പോൾ നമുക്ക് പരസ്പരം ഒരുപാട് പിന്നെ ഞങ്ങൾക്ക് അന്ന് എനിക്ക് സംസാരിക്കാൻ ടോപ്പിക്സ് കുറവായിരുന്നു. കാരണം ഈ കറികൾ എന്നുള്ള സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിക്കില്ല. പിന്നെ ഞാൻ ഫുൾ ടൈം ബുക്കിൽ വായിച്ചോണ്ടിരിക്കും. ബുക്ക് ജീവിയാണ് കേട്ടോ. ഈ കാണുന്ന ബുക്ക് മുഴുവൻ ഈ മനുഷ്യൻ്റെയാണ്. അപ്പൊ ഈ ബുക്ക് വായിച്ചോണ്ടിരിക്കും. രാവിലെ എനിക്ക് ഞാൻ നോക്കുമ്പോഴും ബുക്ക്, രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ബുക്ക്. എനിക്കിങ്ങനെ ബുക്കിനോടൊക്കെ ബുക്ക് വലിച്ചെറിയാൻ തോന്നിയില്ല. പക്ഷെ ഇത്ര പൈസ കൊടുത്ത് ഭയങ്കര ബുക്കല്ലേ, അത് വലിച്ചെറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഈ എന്താ പറയാ കുറച്ച് ബുദ്ധിജീവി ആയതുകൊണ്ട് എന്തെങ്കിലും എഴുതലോ അങ്ങനെയൊക്കെ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലായിരുന്നു ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ബിസി ആയതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തില് വഴക്കുകൾ വളരെ അല്ലെ, ഞാനിപ്പോ വലിയ കാര്യമായിട്ട് സംസാരിക്കാൻ ഇപ്പൊ ടോപ്പിക്സ് കുറേ. ഇപ്പൊ കറിവേളി ഇപ്പൊ ദിവസം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാനെടുത്ത് ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മുടെ കറിവേളിന്റെ കാര്യങ്ങൾ തന്നെ ഒരുപാട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നോട് ഷെയർ ചെയ്ത പോലെ മെസ്സേജസും, അതുപോലെ തന്നെ അങ്ങനെ അവരവരെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കറിവേളിൽ സംഭവിച്ച കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ചെയ്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു, നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് ഇപ്പോൾ. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇത്രയും വർഷത്തെ ജീവിതത്തിനാണെങ്കിൽ ആദ്യത്തെ 5 വർഷം ഞാൻ പറഞ്ഞ പോലെ നരകം തന്നെയായിരുന്നു പല രീതിയിൽ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ദൈവം സഹായിച്ചിട്ട് ടച്ച് ഹാപ്പിയാണ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ബിസി ആയിരിക്കാം. നമ്മൾ ബിസി ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കറിവേൾഡ് തന്നെ പോലുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്കിൽ പോലും നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം എന്താണെങ്കിലും അതിലോട്ട് നിങ്ങളൊന്ന് കൂടുതൽ ശ്രദ്ധ. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഗാർഡനിങ് ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് വരയ്ക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഡാൻസിങ് ആയിരിക്കും ഇഷ്ടം, പാട്ടായിരിക്കും ഇഷ്ടം. നിങ്ങൾ അതിൽ എന്തിലാണ് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിൽ നിങ്ങളൊന്ന് ഇൻവോൾവ് ആവും. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞൊരു പേഴ്സണൽ. പിന്നെ എനിക്ക് വേറെ പറയാനുള്ള കാര്യം വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ പേഴ്സണൽ സ്പേസ് ഒരുപാടുണ്ട്. അതായത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഇടപെടാറില്ല. അതായത് പേഴ്സണൽ കാര്യങ്ങൾ എൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. ഞങ്ങൾ പരസ്പരം മൊബൈൽ നോക്കി, അല്ലെങ്കിൽ അവളെന്ത് മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നോക്കി അവനെന്ത് മെസ്സേജ് അയച്ചു എന്നൊന്നും എൻ്റെ ഭർത്താവിനോട് ഇതുവരെ ചോദിച്ചിട്ടില്ല, ഞാനവരോട് ചോദിച്ചിട്ടില്ല. പേഴ്സണൽ സ്പേസ് അതെ. ഞങ്ങളിപ്പോ പറഞ്ഞ പോലെ ഭാര്യ ഭർത്താവ് വന്നിച്ചിട്ടും നമുക്ക് നമ്മുടേതായ എന്താ പറയാ സമയങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ 4 പേരും ഈ വീട്ടിലാണെങ്കിൽ 4 പേര് 4 സ്ഥലത്തിരുന്ന് ചിലപ്പോൾ സിനിമ കാണുന്നുണ്ടാവും. ഞാൻ ചിലപ്പോൾ ഉപ്പുമുളക് കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും സിനിമ കാണുന്നുണ്ടാവും. എന്റെ പിള്ളേർ രണ്ടുപേരും 2 കാർട്ടൂൺ
കാർട്ടൂൺ ആയിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ 4 പേരാണെങ്കിൽ 4 രീതിയിലാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും വർഷത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് ചിലവഴിക്കുന്ന കുറച്ച് ദിവസങ്ങളുണ്ട്. അതായത് പുറത്തേക്ക് നമ്മളിപ്പോൾ യൂറോപ്പിലാണെങ്കിലും വേറെ എവിടെയെങ്കിലും നാട്ടിലാണെങ്കിൽ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഒരുമിച്ച് കുറച്ച് ദിവസങ്ങൾ എല്ലാവരുടെ ഇഷ്ടങ്ങളും ഒരുമിച്ച് കൊണ്ടുവരും. മനസ്സിലായോ? അതേപോലെ തന്നെ ഇപ്പൊ സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ ശരിയാ 4 പേരും കൂടി ഒരുമിച്ച് പുറത്ത് സിനിമയ്ക്ക് പോകും. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് 4 പേർക്കും പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മൾ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ജാനോട് എനിക്ക് നന്ദി പറയാനുള്ളത്. അങ്ങനെ ഒരു നിർബന്ധങ്ങളൊന്നുമില്ല. ഇപ്പൊ ചിലർ പറയും ഞാൻ കാണുന്ന സിനിമനെ നീ കാണും, അല്ലെങ്കിൽ ഞാനും പറയാം, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പറയാറില്ല. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതെല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്റെ വീട്ടിൽ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ. അതായത് ഞാനിപ്പോൾ കുക്കിങ്ങിന് വീഡിയോ ചെയ്യുന്നത് ഇതിലാണ്. ഫ്യൂജിഫിലിം X100S ആണ്. ഇതിപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു 3 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 2 വർഷമായിട്ട് ഇതിലാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഏത് ക്യാമറയാണ് നിങ്ങൾക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ക്യാരി ചെയ്യാൻ നമുക്ക് എവിടെയും പോകുമ്പോഴും കൊണ്ടുപോകാൻ എളുപ്പമാണ്. വെയിറ്റ് ഇല്ല, വളരെ വെയിറ്റ് കുറവുള്ളൊരു ക്യാമറയാണ്. അതുപോലെ തന്നെ അപ്പോൾ എൻ്റെ ഹാൻഡ് ബാഗിലൊക്കെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ വേറെ വലിയ ക്യാമറയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന നിക്കോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെവിയാണ്. അതിനുവേണ്ടി നമ്മൾ വേറൊരു ബാഗ് സെപ്പറേറ്റ് ആയിട്ട് കരുതേണ്ടി വരും. അപ്പം അതിനേക്കാളും എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ക്യാമറയാണ്. അപ്പോൾ എൻ്റെ ബാഗിൽ എപ്പോഴും ഈ ക്യാമറ എൻ്റെ കൂടെ ഉണ്ടാവും. ഒരു 3 വർഷമായിട്ട് എൻ്റെ സന്തത സഹചാരിയാണ് നമ്മുടെ ഫ്യൂജിഫിലിം X100S. ഈ ക്യാരി ചെയ്യാൻ എളുപ്പമുണ്ട് മാത്രമല്ല ക്വാളിറ്റി വൈസ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഈ ക്യാമറ. ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ഈ ക്യാമറ വാങ്ങിച്ച സമയത്ത് ഞാൻ ജാൻ്റെ അടുത്ത് പറഞ്ഞത് എന്ത് ക്യാമറയാണ് ജാനെ, ഒരു പഴഞ്ചാടി ലുക്ക് ഉണ്ടല്ലോ, ഒരു പഴയ ടൈപ്പ് ക്യാമറയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ജാനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ എന്നോട് പറയാം, നീ ഒരു കാഴ്ചയിൽ മാത്രമല്ലല്ലോ പലതിൻ്റെ ക്വാളിറ്റി, നീ ഉപയോഗിച്ച് നോക്കും, ഉപയോഗിച്ച് നോക്കാണ്ട് എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിനെ വിലയിരുത്തുന്നത്. സത്യമാണ്. കാര്യം എനിക്ക് ആദ്യം ഇതിനെ ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. ഇതിൻ്റെ ഫീച്ചേഴ്സൊന്നും കാര്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് നിക്കോണായിരുന്നു. അപ്പോൾ പുതിയൊരു ക്യാമറ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആദ്യം എനിക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പതുക്കെ ഞാൻ അതിലോട്ട് വന്നു. ഇപ്പോൾ ഏകദേശം അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ യൂസ് ചെയ്ത് വന്നപ്പോൾ വളരെ ഫ്രണ്ട്ലിയാണ്. ഞാനിപ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് ഈ ക്യാമറ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സന്തത സഹചാരിയും എൻ്റെ കൂട്ടുകാരിയുമായ ഫ്യൂജിഫിലിം ക്യാമറ. അപ്പോൾ അതുപോലെ തന്നെ എന്നോട് പലരും ചോദിക്കാറുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ സാരി അതേപോലെ ഓർണമെന്റ്സ് ഒക്കെ അവിടെ നിന്നാണ് വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി എൻ്റെ സാരീസും ചുരിദാറും അതേപോലെ തന്നെ ഓർണമെന്റ്സ് നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. നാട്ടിൽ കൂടുതലും ഞാനിപ്പോൾ ജാൻ്റെ അമ്മയും ഞാനും കൂടി പോകും. കാരണം ജാൻ ഷോപ്പിങ്ങിന് വരില്ല. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആപാടെ പുള്ളി 15 ദിവസത്തിന് വേണ്ടി വരുന്നത്. അപ്പോൾ അവനോട് പറയാൻ മുമ്പായിട്ട് നീ ഷോപ്പിംഗ് കഴിച്ച് വെച്ചോ. അപ്പോൾ പിന്നെ ആളിലേക്ക് ഞാനൊരു പെട്ടി കൊടുത്തു വിടും. കാരണം എനിക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരാമല്ലോ. അപ്പോൾ എനിക്ക് അത്രയും വെയിറ്റ്. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ജാൻ്റെ അമ്മയും ഞാനും കൂടി ഒരു ദിവസം തൃശ്ശൂരാണ് ജാൻ്റെ അമ്മ അച്ഛൻ താമസിക്കുന്നത്. നമ്മൾ കല്യാൺ സിൽക്സിൽ പോയി ഞങ്ങൾ ഒരു ദിവസം രാവിലെ പോയി ഉച്ചവരല്ല മിക്കവാറും 4 മണി വരെയൊക്കെ ആവും പർച്ചേസ്. അപ്പോൾ സാരിയൊക്കെ വാങ്ങിച്ചെന്ന് അത് അമ്മായിച്ചിൻ്റെ വകയാണ്. എനിക്ക് സാരി ഈ വർഷത്തിൽ പോകുമ്പോൾ കുറേ സാരി അച്ഛൻ വാങ്ങിച്ചു തരും. അപ്പോൾ അച്ഛൻ വാങ്ങിച്ചിരുന്ന സാരിയൊക്കെ അടിപൊളിയായിട്ട് സംഭവം എന്താ പറയുക ബ്ലൗസൊക്കെ പെട്ടെന്ന് തയ്ക്കാൻ കൊടുക്കും. അതുപോലെ തന്നെ ബാക്കി സാരീസ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ കൊച്ചു കടകളിലൊക്കെ പോകും. പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ വല്ല സാരികളൊക്കെ നല്ല പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കുറച്ച് സാരികളൊക്കെ കാണുമല്ലോ, അങ്ങനെയൊക്കെ ഞാൻ എടുക്കും. പിന്നെ കുറച്ച് ഇപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ ഞാൻ കുറേ സാരി മുറിച്ച് വാങ്ങിക്കുകയും ചെയ്തത്. സാരിയുടെ 6.5 മീറ്റർ 7 മീറ്റർ ഒക്കെ നമുക്ക് സാരി മുറിച്ച് വാങ്ങിക്കാൻ പറ്റും. അത് വളരെ ചീപ്പാണ്. പക്ഷേ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ കുറച്ച് സാരീസ് ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്ന കടകളൊന്നുമില്ല. കല്യാൺ സിൽക്സ് തന്നെയാണ് ഞാൻ മോസ്റ്റ്ലി സാരികൾ വാങ്ങിക്കുന്ന കട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർണമെന്റ്സ് പലരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. ഓൺലൈൻ ഓർണമെന്റ്സ് ഓർഡർ ചെയ്യാറുണ്ടോ? വളരെ റയറായിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ഇവിടെ ഞാൻ soup.com ചിലപ്പോൾ എനിക്ക് പെൻഡന്റ് പോലെ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിരുന്നല്ലാതെ ബാക്കിയൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അനുവായിട്ട് ഞങ്ങൾ ഇങ്ങനെ കറങ്ങാൻ പോകും കൊച്ചിയിൽ. അവിടെ കുറേ കടകൾ ഇങ്ങനെ നടന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഓരോന്ന് പറക്കി എടുക്കുന്നതാണ് എൻ്റെ ഓർണമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കൊണ്ടുവരും. ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഓർണമെന്റ്സ് നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യും. അതും ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു കട എന്ന് പറഞ്ഞ എടുത്ത് പറയാൻ പറ്റില്ല. എല്ലാ കടകളിലും ഞാൻ കയറി ഇറങ്ങാറുണ്ട്. അപ്പോൾ ഓർണമെന്റ്സിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് എനിക്ക് ഒരുപാട് ഇപ്പോൾ റിക്വസ്റ്റ് വരുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യും പ്ലീസ്. അതേപോലെ സാരി ചുരിദാർ അതേപോലെ തന്നെ ഓർണമെന്റ്സ്. അപ്പം അതിനെനിക്കിപ്പോൾ എനിക്ക് സാരി എന്താണെന്നറിയാമോ മെയിൻ പ്രശ്നം? എനിക്ക് വെച്ചാൽ പോയി കണ്ട് തൊട്ട് അതിനോട് ഇപ്പോൾ കളറൊക്കെ ഓൺലൈനിൽ കാണുന്ന സാരികളെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ, എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധം 2-3 പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന കളറായിരിക്കില്ല നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ. ഫോട്ടോ കൊടുക്കുമ്പോൾ ഭയങ്കര തിളക്കവും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഭംഗിയായിരിക്കും. പക്ഷെ അത് കിട്ടുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഭംഗി ആ പ്രോഡക്റ്റിന് ഉണ്ടാവുന്നില്ല. എല്ലാവരുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പറ്റിയുള്ള അബദ്ധമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് സമീപിക്കാറുണ്ട്, ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പ്രൊമോട്ട് ചെയ്യാത്തത്. നിങ്ങളുടെ നല്ല സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു,
അപ്പൊ പിന്നെ നമുക്ക് വേറൊരു ഞാൻ അവസാനിപ്പിക്കാറായിട്ട് കുറെ നേരമല്ലേ കത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്തായാലും 2 ലക്ഷം കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ റിലാക്സ് ചെയ്തിട്ടൊന്നും സംസാരിക്കും. ഒരുപാട് പേര് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാത്തിനും കൂടി ഒരു എപ്പിസോഡിൽ മറുപടി പറയാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോ ഇങ്ങനെ പറയുന്നത്. കാരണം ലൈവിൽ ചിലപ്പോൾ എനിക്ക് ഇതുപോലെ ഫ്ലുവൻ്റ് ആയിട്ട് ഇതുപോലെ പറയാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വരുമ്പോൾ അതിൽ ഡിസ്ട്രാക്ഷൻസ് വരും. അപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് വരുന്ന എന്താ പറയാ നമുക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഇങ്ങനെ എനിക്ക് മെയിലുകൾ വരുമായിരുന്നു. അതായത് പാർട്ണർഷിപ്പ് പറ്റുമെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ എനിക്കത് എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിനെ, അതായത് നമ്മുടെ കറി വേൾഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കണ്ടിട്ട് വേറെ കമ്പനിക്കാർ വരുന്ന സംഭവം. അപ്പോൾ അവർ നമുക്ക് ഇത്ര പെർസെൻറ്റേജ് തരും, നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഇത്ര പെർസെൻറ്റേജ് അവരെടുക്കും, കുറച്ച് പെർസെൻറ്റേജ് നമുക്ക് തരും. അങ്ങനെയാണ് അതിന്റെ സംഭവം. പക്ഷെ അതിന് അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ഇത്രയും ദിവസം, വിത്തിൻ ഒരു 6 മന്ത്സിന്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 lakh സബ്സ്ക്രൈബേഴ്സിനൊക്കെ അവർ മുഖാന്തരം കൂട്ടിത്തരാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നിയില്ല. കാരണം ജെനുവിനായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലേ അതിന് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന വരുന്ന 10 പേരാണെങ്കിലും ആ 10 പേര് മതി. അല്ലാതെ അവര് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ട് കുറെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെ ഓൺലൈനായിട്ട് ആരെയും പ്രൊമോട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അടുത്ത് നോ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് പ്ലേസ്മെന്റ്സ് ഒരുപാട് പേര് നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ചില ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് നമ്മളോട് പറയാം വീണാസ് കറിവേൾഡിൽ നിങ്ങളത് കാണിക്കൂ, അതിനെക്കുറിച്ച് നിങ്ങൾ പരസ്യം കൊടുക്കാനൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ അതിനും എതിരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലത്തെ എന്താണ് ജ്യൂസർ, അതേപോലെ തന്നെ പാനസോണിക്കിൻ്റെ മിക്സി, അതൊക്കെ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാം അത് എത്രമാത്രം നല്ലതാണ്. എനിക്ക് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കെല്ലാം അറിയാൻ പറ്റില്ല. അതാണ് പെട്ടെന്ന് ഒരു പ്രോഡക്റ്റ് കണ്ണ് കൊണ്ടുവന്നിട്ട് പറയാം വീണ അത് ചെയ്യൂ, ഇത് നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ പറ്റിക്കുന്ന പോലെയോ. അതുകൊണ്ട് അതെനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയാൻ വന്നത്, പൊടികളുടെ കാര്യം. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത്, ഞാൻ പലപ്പോഴും പല എന്താ റെസിപ്പിയിൽ ഇന്ന പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പറയാറുണ്ട്. അതാരും പറഞ്ഞിട്ട് പറയുന്നതല്ല. ഞാൻ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് പൊടികളാണ്. ഇപ്പം അരിപ്പൊടിയാണെങ്കിലും പുട്ടുപൊടിയാണെങ്കിലും ഒക്കെ ഞാൻ പറയാറ്. അപ്പോൾ അതുകൊണ്ട് പ്രോഡക്റ്റ് പ്ലേസ്മെന്റ്സ് ഞാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് ജെനുവിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അത് പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടർ ഷെഫിന്റെ പാത്രത്തിനെ പറ്റി പറയാറുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. വണ്ടർ ഷെഫിന്റെ ഞങ്ങൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓരോരുത്തരും, ഞാൻ നിങ്ങളുടെ അടുത്ത് ആരോടും പറയാറില്ലത് വാങ്ങിക്കാനൊക്കെ. ഞാൻ ഇന്നതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും എന്താ ചേച്ചി അത് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും ഉത്തരങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീണാസ് കറിവേൾഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതാണ് എൻ്റെ ജേണി. ഇതുവരെ നമ്മൾ എത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ സഹായം കൊണ്ടും നിങ്ങളുടെ ഹെൽപ്പ് കൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീണ്ടും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇതുപോലെ വീഡിയോ ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ട് കുറേ ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ ഒരുമിച്ച് ഇതേപോലെ ക്രോഡീകരിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ ബൈ.